നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂർ CS സെന്റർ പ്രവർത്തക സമിതി അംഗങ്ങളുടെയും അബുദാബി, ദുബായ് KMCCകളുടെ നാട്ടിലുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും സംയുക്ത യോഗം തിരൂർ CS സെന്ററിൽ ചേർന്നു. ബൃഹത്തായ കെട്ടിടത്തിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളാണ് വിലയിരുത്തിയത്. CH സെന്റർ പ്രവർത്തക സമിതി അംഗങ്ങളുടെയും അബുദാബി, ദുബായ് KMCCകളുടെ നാട്ടിലുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും സംയുക്ത യോഗം തിരൂർ CH സെന്ററിൽ ചേർന്നു. നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുവാനും ആവശ്യമായ വിഭവ സമാഹരണം നടത്തുവാനും തീരുമാനിച്ചു. അതായത് തിരൂർ CH സെന്റർ നമുക്കെല്ലാം അറിയാം, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടതാണ്. സാധാരണഗതിയിലുള്ള CH സെന്ററിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കുറച്ചുകൂടി വലിയ തോതിൽ നടക്കുന്ന സമയം. ഇതിൽ സാധാരണ CH സെൻ്ററിൽ ചെയ്യുന്ന രോഗികളെ അവർക്ക് ആവശ്യമായിട്ട് അക്കോമഡേഷൻ നൽകുക. കാരണം ആശുപത്രിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് താമസിക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ അക്കോമഡേഷൻ്റെ കാര്യമുണ്ട്. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ആശ്വാസ നടപടികൾ, അതിനുള്ള കാര്യങ്ങളും വലിയ തോതിലുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ. ഇതിലിപ്പോൾ രോഗികളായിട്ട് വരുന്ന ആളുകളുടെ മറ്റ് പല സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ബ്രെയിൻ റിലേറ്റഡ്, ന്യൂറോ റിലേറ്റഡ്. ഓരോ വീട്ടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടികളിങ്ങനെ ഭിന്നശേഷി എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ തന്നെയുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരം മേഖലയിലേക്ക് ചികിത്സ, അതാണ് ശരിക്കും പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഒരു ആശയം അതാണ്. അതുപോലെ റിസർച്ച് സെൻ്ററായിട്ട് ഈ രോഗങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ളത് പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്നുള്ളത്, അങ്ങനെയെല്ലാം ഉള്ള ബഹിർത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇതിൻ്റെ കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാം അറിയാം ട്രെയിനിങ് പ്രോഗ്രാംസ്. ഈ രോഗികളിപ്പോൾ ഡയാലിസിന് നിൽക്കുന്ന ആളുകൾ, അവർക്ക് ടെക്നീഷ്യൻസിന് പോലുള്ള ആളുകളെ കിട്ടാൻ തന്നെയില്ല. അപ്പോൾ അത്തരം പരിശീലനങ്ങൾ, പിന്നെ വലിയ തോതിലുള്ള ഒരു ഇപ്പോൾ തിരൂരിലൊന്നും ഇല്ലാത്ത വിധത്തിൽ വളരെ സ്റ്റേറ്റിൽ തന്നെ അപൂർവമായിട്ടുള്ള വിധത്തിലുള്ള വലിയ തോതിലുള്ള ലബോറട്ടറി, വലിയ ഗവേഷണങ്ങളും മറ്റും നടത്താനുള്ള ലബോറട്ടറി, അതുപോലെ മൊബൈൽ യൂണിറ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലുള്ള സംഗതികളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റുകളും പരിപാടികളുണ്ട്. അത്തരം സംഗതികൾക്ക് വേണ്ടി ഫീൽഡിൽ പോയിട്ട് സാമ്പിൾ എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ട് വലിയ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ ഇന്ന് ഈ യോഗം കൂടാനുള്ള കാരണം വെച്ചാൽ എല്ലാവരും ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ വന്നിരുന്നു, ഗൾഫിൽ നിന്ന് നമ്മൾ കമ്മിറ്റീനൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവരും കൂടി ഈ വർക്ക് ഇത്രയും അവർക്ക് കാണാൻ പറ്റിയില്ല. അവരെല്ലാം കണ്ട് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഇതിൽ വർക്ക് എന്ന് പറയുന്നത് ഈ കുറച്ച് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ കുറച്ച് സ്ലോ ആയിരുന്നാൽ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്ഥാപനമാണ്. ഇതുവരെ കേരളത്തിൽ ഉണ്ടാക്കിയ CH സെൻ്ററുകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു CH സെൻ്ററായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാവരും വളരെ സഹകരിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്ക് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് മുൻ MP E.T. മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുറുക്കോളി മൊയ്തീൻ MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി, വെട്ടം ആലിക്കോയ, കീഴേടത്തിൽ ഇബ്രാഹിം, KN മുത്തുക്കോയ തങ്ങൾ, ഹാജി മുസ്തഫ കടവത്ത്, കളപ്പാട്ടിൽ അബു ഹാജി, സിദ്ദീഖ് കാലടി, K. ഷാഫി ഹാജി, PK അലിമോൻ, CP ബാബു എടക്കുളം, VP ഹംസ, കുന്നത്ത് അബ്ബാസ്, KI നാസർ, C. ജൗഹർ, CT ഷൗക്കത്ത് അലി, റാഷിദ്, മൻസൂർ മൂപ്പൻ, റഷീദ് കല്ലിങ്ങൽ, ഇബ്രാഹിം പറവന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ.